ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നട്ട്സും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക. അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 4 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടീ കേക്കിൽ കോൺഫ്ലോർ മിക്സിങ് ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ അരിച്ച് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് അൺസോൾട്ടഡ് ആയിട്ടുള്ള 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ബീറ്ററിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു വിസ്കിൻ്റെ സഹായത്തോടെയോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ സ്പീഡിൽ നന്നായിട്ട് നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ പൗഡർ ഷുഗറും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ കിട്ടണം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഓരോ മുട്ട വീതം ഒഴിക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ രണ്ടാമത്തെ മുട്ടയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു മുട്ടയും നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. ഒരുപാട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലഫി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതും നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, ലോ സ്പീഡിൽ തന്നെ. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ അരിച്ചു വെച്ച മൈദ മിക്സ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കെല്ലാം സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ബേറ്ററിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സ്പൂണോ സ്പാച്ചിലോ മതിയാകും കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സും 2 ടേബിൾ സ്പൂൺ നട്ട്സും ആണ്. അപ്പോൾ നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റുള്ള നല്ല കേക്കാണ് കേട്ടോ. അപ്പോൾ ചോക്കോ നട്ട് ടീ കേക്കാണ്. അങ്ങനെ മിക്സിംഗ് ഒക്കെ റെഡിയായി. ഇനി ഞാനിപ്പോൾ ഇതാ ഒരു 7 ഇഞ്ചിൻ്റെ ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് ഉണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും ബാറ്റർ കിട്ടുക. അങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലായിരിക്കില്ല. അങ്ങനെ ബാറ്റർ ഒഴിച്ചിട്ട് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഇനി ഞാനിത് ബേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഓവനില്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കുറേ വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. അങ്ങനെ 30 മിനിറ്റിന് ശേഷം നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് ടിന്നിൽ നിന്നും മാറ്റാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സൂപ്പർ സോഫ്റ്റുമാണ് ഈ ഒരു കേക്ക്. അപ്പം ചായയുടെ കൂടെയും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം അവർക്കും ഉണ്ടാക്കി കൊടുക്കാം. അതില്ലെങ്കിൽ ക്രിസ്മസൊക്കെ അല്ലേ വരാൻ പോകുന്നത്, ആ ഒരു ടൈമിലും ഇത് ഉണ്ടാക്കിയിടുക. പിന്നെ നമുക്ക് സെയിലും കൂടി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മലൂസ് വേൾഡ്.